പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ്. അതിനായിട്ട് ആദ്യം തന്നെ ഞാനിവിടെ 3 റോബസ്റ്റ പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് റോബസ്റ്റ പഴമോ അല്ലാന്നുണ്ടെങ്കിൽ ചെറുപഴമോ ഏത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഉപയോഗിക്കുന്ന പഴം നല്ലപോലെ പഴുത്ത പഴം ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. പഴുത്ത് കറുത്ത പഴമൊക്കെയാണെങ്കിൽ ഏറ്റവും നല്ലത്. അത് ഇതുപോലെ ഒന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് 2 മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുത്തിരിക്കുന്നത്. മുട്ട റൂം ടെമ്പറേച്ചറിലായിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഹൈ സ്പീഡിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 1/2 കപ്പ് പഞ്ചസാരയും 1/2 ടീസ്പൂൺ വാനില എസൻസും ചേർത്തിട്ടുണ്ട്. വീണ്ടും ഹൈ സ്പീഡിൽ നല്ലപോലെ തന്നെ ഒന്ന് കറക്കിയെടുക്കുക. അതിനുശേഷം 1/2 കപ്പ് റിഫൈൻഡ് ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ലോ സ്പീഡിലൊന്ന് കറക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 കപ്പ് മൈദ കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1/4 ടീസ്പൂണിൻ്റെ പകുതി അളവ് ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ലോ സ്പീഡിൽ വേണം കറക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എണ്ണ നിങ്ങൾക്ക് റിഫൈൻഡ് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ ബട്ടറോ ഗീയോ ചേർത്ത് കൊടുക്കാവുന്നതാണ്. മണമില്ലാത്ത ഏത് ഓയിൽ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. കൂട്ടിലേക്ക് ഇനി ഞാനിവിടെ കുറച്ച് നട്ട്സാണ് ചേർത്ത് കൊടുക്കുന്നത്. 6 അണ്ടിപ്പരിപ്പും ബദാമും ഒന്ന് മിക്സിയുടെ ജാറിൽ ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ടാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ക്രഷ് ചെയ്തിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ നമ്മളുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ വേണ്ടത്. ഇനി ഇത് ചുട്ടെടുക്കാൻ വേണ്ടി പോകുന്നത് ഉണ്ണിയപ്പ ചട്ടിയിൽ വെച്ചിട്ടാണ്. ചെറുതായിട്ടൊന്ന് എണ്ണ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇതിന് പകരം നെയ്യോ ബട്ടറോ ബ്രഷ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നിട്ട് നമുക്ക് ഓരോ സ്പൂണായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു കുഴിയിൽ 3/4 ഭാഗത്തോളം മാത്രം കൂട്ടി വരുന്ന രീതിക്ക് മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. നിറച്ചൊഴിച്ചു കൊടുക്കാതിരിക്കുക. ഈ ഒരു രീതിക്ക് എല്ലാം തന്നെ ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം അടച്ച് വെച്ച് കൊടുക്കാം. ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ച് 4-5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതിപ്പോൾ ഏകദേശം ഒരു ഭാഗം നന്നായിട്ട് തന്നെ ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് ആ ഒരു അടുത്ത സൈഡും കൂടെ ഒന്ന് ചെറുതായിട്ട് മൊരിയിച്ചെടുക്കാം. ഒരു 30 സെക്കൻഡൊക്കെ മതിയാകും ആ ഒരു ഭാഗം മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ പാകത്തിന് റെഡി ആയിട്ടുണ്ട്. 2 ഭാഗവും നന്നായിട്ട് തന്നെ ഒന്ന് മുരിഞ്ഞൊക്കെ കിട്ടിയിട്ടുണ്ട്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പഴം ഉപയോഗിച്ചുള്ള നമ്മളുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ണിയപ്പ ചട്ടിയിലും നമുക്ക് ഈസി ആയിട്ട് കേക്ക് തയ്യാറാക്കിയെടുക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഈ ഒരു കേക്ക് ഉണ്ടാകുക. ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാനും പറ്റും. മിക്സിയിലെല്ലാം കൂടെ ഒന്ന് കറക്കിയെടുത്ത് നമ്മളുടെ ഉണ്ണിയപ്പ ചട്ടിയിൽ തയ്യാറാക്കിയെടുത്തിരിക്കുന്ന പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേക്ക് നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. നല്ല ടേസ്റ്റാണ്. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്.